പല ദിവസങ്ങളിലും ആരെങ്കിലുമൊക്കെ ജീവിതം സ്വയം അവസാനിപ്പിച്ചതായി നമ്മൾ കേൾക്കാറുണ്ട്. അവർ കടന്നുപോയ അവസ്ഥകൾ പലർക്കും സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കാം. ഇത്തരം അവസ്ഥകൾ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ നേരിടേണ്ടി വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കും. ആദ്യം ഇത്തരം ചിന്തകൾ എന്തുകൊണ്ടുണ്ടാവുന്നു? അതിന് ചിലപ്പോൾ സാമൂഹികമായ ചില കാരണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം കാരണം. കാരണങ്ങൾ എന്തു തന്നെയായാലും മുൻപോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞു എന്നുള്ള ഒരു തോന്നലിലാണ് പലരും ഇങ്ങനെയുള്ള ചിന്തയിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനായി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹത്തിലെ എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. തെറ്റുകളൊന്നും ചെയ്തില്ലെങ്കിലും ചില ആൾക്കാർക്ക് നമ്മളെ കുറ്റപ്പെടുത്താനും ജഡ്ജ് ചെയ്യാനും ഒക്കെ ആയിരിക്കും താല്പര്യം. അപ്പം അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും അവഗണിക്കുക. പ്രതികരിക്കേണ്ട സ്ഥലത്ത് തീർച്ചയായിട്ടും പ്രതികരിക്കുക. ഒരിക്കലും പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടിയിട്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. മരിക്കുന്നതിലും നല്ലതല്ലേ? ചെറുപ്പകാലത്തെ ലൈംഗികമായ ഉപദ്രവങ്ങൾ, അടുപ്പമുള്ളവരെന്ന് കരുതിയിരുന്നവർ അതുപോലെയുള്ളവരിൽ നിന്നുണ്ടായ വളരെ മോശം അനുഭവങ്ങൾ, സമൂഹത്തിൽ നിന്നുള്ള കുത്തുവാക്കുകൾ, വ്യക്തിഹത്യ, ഇങ്ങനെയുള്ളൊക്കെ വളരെ മോശം അനുഭവങ്ങൾ കാരണം തകർന്നുപോയ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ആരോഗ്യമുള്ളിടത്തോളം കാലം മനസ്സിനെ മുൻപോട്ട് ചിന്തിക്കാൻ പ്രാപ്തരാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം തന്നെ മുന്നോട്ട് നയിക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ മനസ്സിനെ പ്രാപ്തരാക്കുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ വെല്ലുവിളി. അതിന് പല വഴികളുമുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്കിനി ചർച്ച ചെയ്യാം. മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കുന്ന സമയത്ത് നമുക്ക് ശരിയായി ചിന്തിക്കാനോ നല്ല തീരുമാനങ്ങൾ എടുക്കാനോ ഉള്ള ഒരു അവസ്ഥയിലായിരിക്കില്ല. കാരണം നമ്മുടെ തലച്ചോറിൻ്റെ അമിഗ്ഡല എന്നൊരു ഭാഗം ആ സമയത്ത് കൂടുതലായി പ്രവർത്തിക്കുകയും ചിന്തിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന തലച്ചോറിൻ്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തിൻ്റെ പ്രവർത്തനം കുറയുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, മനസ്സ് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പടി. കാരണം അങ്ങനെയുള്ള പല തീരുമാനങ്ങളും നമ്മളുടെ സുരക്ഷയോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുടെ സുരക്ഷയോ ബാധിക്കാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മനസ്സ് കുറച്ചെങ്കിലും ശാന്തമാവാനുള്ള ഒരു അവസരവും സമയവും കൊടുക്കുക. അതിന് വേറെ പല കാര്യങ്ങളും കൂടെ നമുക്ക് ആവശ്യമായി വന്നു. മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് നടക്കാൻ പോവുക എന്നുള്ളത്. ശരിക്കും നടക്കുമ്പോൾ നമ്മുടെ ഈ മുൻപ് പറഞ്ഞ അമിഗ്ഡലയുടെ പ്രവർത്തനം കുറച്ച് കുറയുകയും നമുക്ക് ശരിയായ ചിന്തകളെ വരുത്താൻ സഹായിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ പ്രവർത്തനം നന്നായി ആവുകയും ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് കുറച്ചൊന്ന് നടക്കാൻ പോവുകയോ അല്ലെങ്കിൽ മറ്റുള്ള അതുപോലുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനോ ശ്രമിക്കുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ 8-10 മണിക്കൂറൊക്കെ വരെ ഞാൻ നടന്നിട്ടുണ്ട്. കാരണം അതൊക്കെ തന്ന ഒരു ആശ്വാസം വളരെ വലുതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് ഒന്ന് ശ്രദ്ധ കൊടുക്കാൻ നോക്കുക. ഒരു മുറിയിൽ തന്നെ ഒന്നും അടച്ചു പൂട്ടിയിരിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പടി. പിന്നെ രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ എപ്പോഴും നമുക്കൊരു വെളിയിൽ ഇറങ്ങി നടക്കാൻ പോകുന്നതോ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കില്ല. ചിലപ്പോൾ രാത്രിയിലായിരിക്കും ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ കൂടുതൽ ശക്തിയായി വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെ തന്നെ സ്വയം ഡിപ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ് എഴുത്ത്. നമുക്ക് ഒരു പേപ്പറിൽ നമ്മളുടെ ചിന്തകളും കാര്യങ്ങളും തോന്നലുകളും എല്ലാം ഒരു പേപ്പറിലോട്ട് പകർത്തി എഴുതുക. നമ്മൾ ആ ഒരു പേപ്പറിൽ എഴുതുമ്പോൾ തന്നെ ചിലപ്പോൾ കുറേ ആശ്വാസം കിട്ടിയേക്കാം. കാരണം ചിലപ്പോൾ ആ സമയത്ത് ഒരാളെ കാണാനോ സംസാരിക്കാനോ ഫോൺ ചെയ്യാനോ ഉള്ള ഒരു സമയമായിരിക്കില്ല. ചിലപ്പോൾ അതുപോലുള്ള ആരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നുമില്ല എല്ലാ സാഹചര്യത്തിലും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ തന്നെ നമ്മൾ സ്വയം ഡിപ്പെൻഡ് ചെയ്യാൻ സ്വന്തമായി തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ എഴുത്ത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം. നമ്മൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് ഉറക്കം കുറേയൊക്കെ വരാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒഴിവാക്കാനോ ഉള്ള ഒരു സാധ്യതയാണ് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഉറങ്ങാനായിട്ട് ഉള്ള ഒരു രീതിയിൽ നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തിയെടുക്കുക. ഒന്ന്, നമുക്ക് ശരിയായ രീതിയിലുള്ള ആഹാരവും വെള്ളം അല്ലെങ്കിൽ മറ്റുള്ള പോഷകങ്ങൾ, ഇപ്പം ഉദാഹരണത്തിന് വിറ്റമിൻ ഡി അല്ലെങ്കിൽ വിറ്റമിൻ ബി കോംപ്ലക്സ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുടെയും കുറവുകളുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ ശരിയായ ശാരീരിക പ്രവർത്തനങ്ങളൊന്നും നടന്നു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ ശരീരത്തിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഉറക്കം നമുക്ക് കുറച്ചൊന്ന് നേരെയായിട്ട് വരാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ കാര്യം ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ചെറിയ രീതിയിലുള്ള വ്യായാമം ചെയ്യാം.
അല്ലെങ്കിൽ ധ്യാനം, അല്ലെങ്കിൽ പ്രാർത്ഥന, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും എക്സസൈസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് ശരീരത്തിനെ ഒന്ന് റിലാക്സ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉറങ്ങാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഉറക്കം ശരിയായ രീതിയിൽ കഴിവതും ഒരേ സമയം എന്നും ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ആ ഉറക്കത്തിൻ്റെ പാറ്റേൺ ശരിയാകുമ്പോൾ തന്നെ ചിലപ്പോൾ പല പ്രശ്നങ്ങൾക്കും നമുക്കൊരു ആശ്വാസം ഉണ്ടായേക്കാം. പിന്നെ മറ്റൊരു കാര്യം, യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം എവിടെയാണ് ഉണ്ടാവുന്നത്? ഇപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നാണോ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നാണോ, അങ്ങനെ പല രീതിയിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആ പ്രശ്നങ്ങൾക്കുള്ള ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൂടെ കാണുന്നതായിരിക്കും മറ്റൊരു മാർഗ്ഗം. ഉദാഹരണത്തിന് നമ്മളോട് എപ്പോഴും വളരെ മോശമായി പെരുമാറുകയും വളരെ ടോക്സിക് ആയിട്ട് ആഹ് പെരുമാറുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അതുപോലുള്ള ചുറ്റുപാടിലോ ആണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് സമാധാനമോ ഇതുപോലുള്ള ആശ്വാസമോ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെയും നേർക്ക് നേർ നിന്ന് നമ്മൾ പ്രതികരിക്കുക, അതിനെ അഡ്രസ്സ് ചെയ്യുക. കാരണം ചിലരോട് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് മുഖത്ത് നോക്കി തന്നെ ചോദിച്ചാലോ പറഞ്ഞാലോ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ആശ്വാസം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ നിയമത്തിൻ്റെ വഴിയുണ്ടെങ്കിൽ ആ രീതിയിലും പോവാം. അങ്ങനെ പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കുറേയൊക്കെ ആശ്വാസം തുറന്ന് ഏത് കാര്യവും സംസാരിക്കാനുള്ള ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ നാണക്കേടോ അല്ലെങ്കിൽ ചിലപ്പോൾ പറയാനുള്ള ആ ഒരു ബുദ്ധിമുട്ടോ ഒക്കെ ആലോചിച്ച് എല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും. പക്ഷെ ആ ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഗുണമായിട്ട് വരില്ല. അത് പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ ഒരുപാട് നാൾ കടന്നു പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിലോട്ട് കൂടുതൽ വരാനും തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ തുറന്ന് മറ്റുള്ളവരോട്, വിശ്വാസയോഗ്യമായുള്ളവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. എല്ലാ വ്യക്തികളും അത് ചിലപ്പം സ്വീകരിച്ചു എന്ന് വരികയോ അല്ലെങ്കിൽ സഹാനുഭൂതിയോടുകൂടി നമ്മളോട് സംസാരിച്ചു എന്നൊന്നും വരികയില്ല. പക്ഷെ എന്നാലും ആരിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പം കുറേ ആശ്വാസം കിട്ടാം. പിന്നെ വേറൊരു കാര്യമാണ്, ചിലപ്പോൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ചില ആൾക്കാർ അത് മുതലെടുത്ത് പല കാര്യങ്ങൾ വെച്ച് നമ്മളെ മുതലെടുപ്പിനും ഒക്കെ ശ്രമിച്ചേക്കാം. പക്ഷെ അതിന് അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയുകയോ അതൊന്നും ആലോചിച്ച് തളരാതിരിക്കുവാനോ തീർച്ചയായും. ചിന്തകളെ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വലിയ പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ട് നിൽക്കുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തലുകളും ദേഷ്യവും ഒരു ഇര എന്ന രീതിയിലുള്ള ചിന്തയും ഒക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പരിധിയിൽ കടന്ന് പോവാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാരണം നമുക്കൊരു സ്വയം ഒരു സഹാനുഭൂതിയോടുകൂടി നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു മാറ്റം വളരെ വലുതായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് മറ്റൊരാൾ കടന്നു പോകുന്നതായി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ അവരോട് പെരുമാറുക? മിക്കവാറും അവരോട് വളരെ സഹാനുഭൂതിയോടും നല്ല രീതിയിലും ആശ്വസിപ്പിക്കുന്ന രീതിയിലും ഒക്കെ ആയിരിക്കില്ല നമ്മൾ അവരോട് പെരുമാറാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളോടും അതേ രീതിയിൽ സ്വയം അങ്ങനെ പെരുമാറാനും കാണാനും ഒക്കെ ശ്രമിക്കുന്നതും നല്ലത്. യാത്രകളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ ഒരിടത്ത് ഒതുങ്ങിപ്പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒരു ദീർഘദൂര യാത്ര, ഒരു ട്രെയിൻ യാത്ര ഒക്കെ പോകാനൊന്നും ഒരുപാട് പണമൊന്നും ചിലവാക്കാതെ തന്നെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനൊരു ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചുറ്റുപാടുകളിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകളിലും രീതികളിലും ഒക്കെ പല മാറ്റങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു തുറന്ന രീതിയിലുള്ള ചിന്തകളിലോട്ട് നമ്മളെ നയിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതായിരിക്കാം. അപ്പം അതിന് വലിയ സ്ഥലങ്ങളിലൊന്നും പോകണമെന്നില്ല. അത് ചിലപ്പോൾ ഒരു സാധാരണ ഒരു ആരാധനാലയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു ബീച്ചിലോ ഏതെങ്കിലും ഒരു സ്ഥലമാവാം. അതിനൊന്നും വലിയ ഒരുപാട് പണത്തിൻ്റെയോ സമയത്തിൻ്റെയോ ഒന്നും ആവശ്യമായി വരില്ല. ഇനിയിപ്പം ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നാണ് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും മറ്റൊരു സ്ഥലത്തോട്ട് നമുക്ക് പോകാമല്ലോ. ലോകം വളരെ വിശാലമായ ഒരു സ്ഥലമാണ്. നമുക്ക് പല സ്ഥലങ്ങളിൽ പോയി പല ജോലികൾ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാം. സത്യം പറഞ്ഞാൽ 42 വയസ്സുള്ള ഞാൻ ഇപ്പോൾ 6 രാജ്യങ്ങളായിട്ട് 25ഓളം സ്ഥലങ്ങളിലും ഒരുപക്ഷെ 100ഓളം വീടുകളിലും മാറി മാറി താമസിച്ച ഒരു വ്യക്തിയാണ്.
അപ്പം അത് ഓരോ സാഹചര്യത്തിൽ താമസിക്കുമ്പോഴും നമുക്ക് പല രീതിയിലായിരിക്കും അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ചില ചുറ്റുപാടുകൾ വളരെ നല്ലതാണെങ്കിൽ ചിലപ്പോൾ അതുപോലെ തന്നെ ചില ചുറ്റുപാടുകൾ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പം ആ ആ അവസരങ്ങളിൽ ചുറ്റുപാടുകൾ മാറുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയൊക്കെ നമുക്ക് ചിലപ്പോൾ ചെയ്താലും ആശ്വാസം കിട്ടുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല. ചിലപ്പോൾ ഇതൊന്നും ചെയ്യാനുള്ള ഒരു അവസ്ഥയിൽ കൂടെ ആയിരിക്കില്ല പലരും കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ കെയറും നമുക്ക് ന് വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഞാൻ പല പേഷ്യൻസും ഇതുപോലെ മെൻ്റൽ ഹെൽത്ത് എമർജൻസി ആയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വരാറുണ്ട്. അവരോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ പലർക്കും എത്രത്തോളം ആശ്വാസമാവുന്നുണ്ടെന്ന് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളൊരു അതിനെയൊക്കെ ഓർത്ത് എങ്ങനെ ആവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നൊന്നും സംശയം വരാതെ ഇപ്പോൾ എല്ലാത്തിനും മരുന്നുകൾ കഴിക്കണമെന്നുള്ള ഒരു നിലപാടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചിലപ്പോൾ ഒരു താൽക്കാലികമായിട്ടൊരു ആശ്വാസത്തിനായിട്ട് എന്തെങ്കിലും ഒരു മരുന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ശരിയായ രീതിയിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലോട് സംസാരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടിയേക്കാം. കാരണം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മറ്റു പല കാര്യങ്ങളും ചിലപ്പം നടക്കുന്നുണ്ടാവാം. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പം ഉദാഹരണത്തിന് എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ കാരണമായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടാകുന്നത്. ചില മരുന്നുകൾ കാരണം അങ്ങനെയൊക്കെയുള്ള സൂയിസൈഡൽ ഐഡിയേഷനും ഒക്കെ തോന്നുന്നതായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ആൻറ്റി ഡിപ്രസൻസ് കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇതുപോലെ കൂടുതൽ സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ നിർത്തിക്കഴിഞ്ഞാലും ഇതേപോലൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. പിന്നെ ചില ബയോട്ടിക് ആയിട്ടുള്ള സിപ്രോഫ്ലോക്സാസിൻ പോലുള്ള മരുന്നുകളൊക്കെ ആണെങ്കിലും ഇതുപോലൊക്കെയുള്ള ചില റിയാക്ഷൻസ് ഉണ്ടാകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെയൊക്കെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാനും മറ്റൊരാളുടെ സഹായം തേടുന്നതും തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ചിലപ്പം ചില അവസരങ്ങളിലെങ്കിലും ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഒന്നാലോചിച്ച് നോക്കിയേ, ജനിക്കുന്നത് തന്നെ ഒരു വലിയ വിജയമല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അവസാനത്തിന് മുമ്പ് പരാജിതരായി ഈ ലോകത്ത് നിന്ന് പോകണം. ഈ ലോകം എത്രയോ വിശാലമാണ്. ഈ ലോകത്തിലെ ലോകവും പ്രകൃതിയും ഇവിടെയുള്ള കാര്യങ്ങളും നമുക്ക് അനുഭവിച്ച് തീരാൻ ഒരു ജന്മം മതിയാവോ? അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ കുറച്ച് മോശം വ്യക്തികളിൽ നിന്നുള്ള മോശം അനുഭവങ്ങളോ അല്ലെങ്കിൽ ചില ചുറ്റുപാടുകളിൽ നിന്നുള്ള മോശം അനുഭവങ്ങളോ ഒന്നും കാരണം ജീവിതം അവസാനിപ്പിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ചില ആൾക്കാർ നമ്മളോട് നന്ദികേട് തീർച്ചയായിട്ടും കാണിക്കും. പക്ഷേ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യുകയും ഈ ലോകം പ്രകൃതിയും അതിലുള്ള ജീവജാലങ്ങളെയും ഒക്കെ കാണാനും കണ്ട് ആസ്വദിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളും ഒക്കെ ചെയ്ത് ജീവിക്കുന്നതല്ലേ ജീവിതത്തിൻ്റെ ഒരർത്ഥം. മരിക്കുന്നതല്ലല്ലോ.